വൃത്തിയാണല്ലോ കൂൺ കൃഷിയിൽ മെയിൻ. അപ്പൊ കൈയിന്റെ സ്പർശമില്ലാതെ ബെഡിലേക്ക് എങ്ങനെ വിത്തിറക്കാം എന്നാണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത്. ഇതാണ് നമ്മുടെ മഷ്റൂമിന്റെ സ്പോൺ. ഈ സ്പോണിനെ പെല്ലറ്റിൽ വളർത്തിയെടുത്തിട്ടാണ് നമ്മുടെ കൃഷി രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്പോൺ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും നല്ലൊരു സ്പോൺ എന്ന് പറയുന്നത് ഇത് ഏറ്റവും പ്യുവർ വൈറ്റ് കളറിലുള്ളതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. സൂക്ഷിച്ചു നോക്കേണ്ടതുണ്ട്. കാരണം ഇതിൽ കറുത്ത പാടുകളോ പച്ച കളറിലുള്ള പാടുകളോ വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കണ്ടാമിനേഷൻ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ചാൻസസ് കൂടുതലാണെന്നല്ല, കണ്ടാമിനേറ്റഡ് ആവും. ചില സമയങ്ങളിൽ ഒരു യെല്ലോയിഷ് കളർ കാണാറുണ്ട്. അത് വലിയ അപകടകാരികളല്ല, നമുക്ക് റിക്കവർ ആക്കി കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് നല്ല സ്പോൺ ഉപയോഗിച്ചുകൊണ്ട് കൃഷി തുടങ്ങുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്പോണാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിനെ ഒരു 300 ഗ്രാമിന്റെ പാക്കറ്റ് ആണ് ഇതിലുള്ളത്. ഈ 300 ഗ്രാമിന്റെ ഒരു പാക്കറ്റിൽ നിന്ന് 2 ബെഡുകൾ വീതം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ഒരു സ്പോണിന്റെ പാക്കറ്റ് ഈ ബെഡിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതൊരു ബ്ലോക്ക് ആയിട്ടാണ് നിൽക്കുന്നത്. അതിനെ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് എന്ത് ചെയ്ത് കൊടുക്കാം, ഉടച്ചു കൊടുക്കാം. ഒരുപാട് ബലം കൊടുത്ത് ഉടച്ച് നശിപ്പിക്കാന്നല്ല കേട്ടോ, വളരെ ജെന്റിലായിട്ട് വളരെ നല്ല രീതിയിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, വേർതിരിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം, ഈ കാണുന്ന വിത്തില് എന്ന് പറയുന്നത് ഇതിന്റെ സത്യം പറഞ്ഞാൽ ഇത് ചോളത്തിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ചോളവും സെപ്പറേറ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ മാക്സിമം ബെഡിന്റെ എല്ലാ ഏരിയയിലേക്കും നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഈ സ്പോണ് മാക്സിമം എന്തായിട്ടുണ്ട്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ബെഡിലേക്ക് പകർന്നു കൊടുക്കണം. ഇതാണ് പെല്ലറ്റ്, നമ്മൾ കൂൺ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന മീഡിയം. വൈക്കോലിനെ അപേക്ഷിച്ച് പെല്ലറ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടാമിനേഷൻ ചാൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. മാത്രമല്ല കൂടുതൽ ദിവസം നമുക്ക് വിളവ് തരുന്ന ഒരു മീഡിയം കൂടിയാണ് പെല്ലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈടെക് ഫാമിംഗ് ആയിക്കോട്ടെ, നോർമലി നമ്മൾ ചെയ്യുന്ന ഫാമിംഗ് ആയിക്കോട്ടെ, പെല്ലറ്റാണ് കുറച്ചും കൂടി കൂൺ കൃഷിക്ക് നല്ലത്. ഈ പെല്ലറ്റിനെ നമ്മൾ 1 കിലോ കറക്റ്റ് തൂക്കിയിട്ട് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് 1.5 ലിറ്റർ പകർന്നതിന് ശേഷം അതിനെ നമ്മൾ തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. 10 മുതൽ 12 മണിക്കൂർ വരെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് തണുത്ത് കിട്ടും. അങ്ങനെ തണുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് ഇത്തരത്തിലായിരിക്കും. അത് ബൾജ് ചെയ്ത് വരികയും വലിയൊരു രൂപത്തിലേക്ക് ആ ബെഡ് മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇത് വളരെ ഉറപ്പുള്ള രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഇനി ഇതിനെയാണ് നമ്മൾ ഭംഗിയുള്ള ബെഡുകളായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, മാറ്റാൻ പോകുന്നത്. ഇത് നമ്മൾ മുന്നേ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബെഡാണ്. ഇതിപ്പോൾ തണുത്തു കഴിഞ്ഞു. ഇനി ഇതിനെ നമ്മൾ ഷേപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ബെഡിനെ പതുക്കെ നമ്മൾ ഉടച്ചെടുക്കണം. വളരെ ചെറിയ പ്രസ്സിങ് കൊണ്ട് തന്നെ നമുക്കിതിനെ ഉടച്ച് ഷേപ്പ് ആക്കാൻ പറ്റും. ഒരുപാട് ബലം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഈ കവർ കേടുവരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് വളരെ സാവധാനത്തിൽ വളരെ ചെറിയ രീതിയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബെഡിനെ ഈ കാണുന്ന രൂപത്തിലേക്ക് ഉടച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഈ പെല്ലറ്റിന്റെ ആ ഒരു ഹാർഡ്നെസ് നഷ്ടപ്പെട്ടിട്ട് അത് വളരെ പൊടി രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇനിയാണ് ഈ ബെഡിനെ നമ്മൾ ഷേപ്പ് ചെയ്യുന്നത്. അപ്പൊ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ 2 കോർണറിലുള്ള ഈ ഒരു ഭാഗത്തിനെ ഇതേപോലെ 2 വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് പതുക്കെ നമുക്ക് ഉള്ളിലേക്ക് പ്രസ് ചെയ്യാം. അപ്പൊ ഉള്ളിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. വളരെ പതുക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 വിരലുകൾ കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലം ഉണ്ടാവും. ഈ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് വേണം ഇതിനെന്ത് ചെയ്യാൻ, ലോക്ക് ചെയ്യാൻ. അപ്പൊ ഇപ്പൊ എന്ത് സംഭവിക്കുന്നു, ഇതിന്റെ കോർണേഴ്സ് ഇതിന്റെ ഉള്ളിലേക്ക് പോയി. പതിയെ നമ്മൾ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് ഇത്തരത്തിൽ കയ്യിലിട്ടിട്ട് ഇങ്ങനെ അമ്മാനാട് അല്ലെ, വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കയ്യിലിട്ടിട്ട് ഇതിങ്ങനെ കറക്കുന്നതിനനുസരിച്ചിട്ട് ഇത് എന്തായിക്കൊണ്ടിരിക്കുകയാണ്, ഷേപ്പ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ അടിഭാഗം ഇതിന്റെ ഷേപ്പ് ആയി കഴിഞ്ഞു. പക്ഷെ മുകൾ ഭാഗത്ത് ഇപ്പോഴും എന്താണ്, ഒരു ബലത്തിലല്ല കിടക്കുന്നുള്ളതുകൊണ്ട് ജസ്റ്റ് ഈ കെട്ടിന്റെ ഭാഗത്തിനെ ഒരു സെന്ററിൽ വരുന്ന രീതിയിൽ എല്ലാ വിരലുകളും ചേർത്തിട്ട് ഇത്തരത്തിൽ ഇങ്ങനെ പതിയെ പ്രസ് ചെയ്ത് കൊടുക്കുക. പതിയെ പ്രസ് ചെയ്യുന്നതിനോടൊപ്പം ഒന്നിങ്ങനെ കറക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ബെഡ് ഒരു ഭംഗിയുള്ള ഒരു റൗണ്ടഡ് ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള ഒരു റൗണ്ടഡ് ഷേപ്പിലൂടേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഇതിനെ ഇപ്പോൾ ഈ ഒരു രൂപത്തിലായി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാം, വിത്ത് ഇടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിരിക്കുന്ന ബെഡിനെ ഈ കാണുന്ന വിധത്തിൽ മാക്സിമം ഏരിയയിലേക്ക് വിത്തിനെ സ്പ്രെഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള രീതിയിൽ വേണം നമുക്ക് മാറ്റിയെടുക്കാൻ. അപ്പൊ അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ
ഈ ഒരു ബെഡിനെ സംബന്ധിച്ച് ഇപ്പൊ എങ്ങനെയാണ് അതിന്റെ ഭാഗത്തേക്ക് ഇറക്കുന്നത് വെച്ചാൽ ഇപ്പൊ ഇവിടെയൊക്കെ പ്രസ്സിങ്ങിലാണ് നിൽക്കുന്നുണ്ടാവുക, എല്ലാം കൂട്ടിയൊട്ടിയാണ് നിൽക്കുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് വേണം, ഈ പെല്ലറ്റിന്റെയും അതുപോലെ തന്നെ ഈ കവറിന്റെയും ഇവിടെ ഒരു ഗ്യാപ്പ് കിട്ടിയാലാണ്, ഒരു എയർ സർക്കുലേഷൻ കിട്ടിയാലാണ് നമുക്ക് അതിലൂടെ വിത്ത് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പതുക്കെ, ബലം കൊടുക്കരുത്, ബലം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബെഡ് ഉടഞ്ഞു പോകും. ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വിത്ത് ഇടുമ്പോൾ അതിന്റെ ഗ്യാപ്പിലേക്ക് കയറി പോകും. അതൊക്കെ യൂസ്ലെസ് ആണ്, നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് എപ്പോഴും പുറമെ കൂടെ വിത്ത് നിൽക്കുന്നതാണ് എപ്പോഴും നമുക്ക് കൂടുതൽ വിളവ് കിട്ടാനും കൂടുതൽ പെട്ടെന്ന് ബെഡ് വളർന്നെത്താനും നമുക്ക് നല്ലത്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ പതിയെ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുക. ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ആ ബെഡും കവറും തമ്മിലുള്ള ഗ്യാപ്പ് ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണും. അപ്പൊ അങ്ങനെ നമ്മൾ അതിനെ മാക്സിമം ഇങ്ങനെ ഒഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, എല്ലാ ഏരിയയിലും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വിത്തിറങ്ങാനുള്ള ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ അങ്ങനെ സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, വിത്തിറക്കാൻ. ഇപ്പൊ നമ്മുടെ ബെഡും കവറും തമ്മിൽ മാക്സിമം ലൂസ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് വിത്തുകൾ ഇതിന്റെ സൈഡിലൂടെ ഇറക്കാൻ പറ്റും. സോ അടുത്ത ഘട്ടത്തിൽ നമ്മൾ നോക്കാം, ഇതിന്റെ വിത്ത് ഇറക്കുന്ന കാര്യങ്ങളിലേക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അത് നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതാ ഈ വിത്തുകൾ നമ്മളിവിടെ ഓൾറെഡി ഉടച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഈ വിത്തിലെ ഉടച്ചു വെച്ചിരിക്കുന്ന വിത്താണ്. അപ്പൊ ഞാൻ അതിനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഞാൻ അതിനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പൊ അതിനെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ട് ഇവിടെ ഇതിന്റെ പകുതി മാത്രമാണ് നമ്മൾ ഈ ബെഡിലേക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു പകുതി ഒരു ബെഡിലേക്ക്, ഒരു പകുതി മറ്റൊരു ബെഡിലേക്കുമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വിത്തിറക്കാം. അപ്പൊ വിത്തിറക്കുമ്പോൾ ആദ്യം നമ്മൾ ഈ റബ്ബർ ബാൻഡ് റിമൂവ് ചെയ്യുന്നു. റബ്ബർ ബാൻഡ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ ഒരു സ്പേസ് ഉണ്ടോ ഇത്രയും അറേഞ്ച് ചെയ്തതിനു ശേഷം ഒന്നും കൂടി നമ്മളൊന്ന് എന്ത് ചെയ്തു, പതിയെ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കണം, ആ സ്പേസ് ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് ഈ വിത്തെടുക്കാം. വിത്തെടുത്തിട്ട് ഘട്ടം ഘട്ടമായിട്ട് വിത്തിടുന്നതായിരിക്കും നന്നാവുക. ഒരു ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് കുറേശ്ശെ വിത്തിടുന്നതായിരിക്കും ബെറ്റർ ആവുക. ഇനി അഥവാ നമുക്ക് കുറച്ച് കൂടുതൽ പോവാന്നുള്ള പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കുറേശ്ശെ ഫില്ല് ചെയ്ത് വരാം. ഇപ്പോൾ ഏറ്റവും മുകളിലാണ് ഇതിന്റെ വിത്ത് ഇരിക്കുന്നത്. ഈ ഇരിക്കുന്ന വിത്തിനെ നമുക്ക് ഇങ്ങോട്ട് എത്തിക്കണം. ശ്രദ്ധിക്കുക, പതിയെ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഉണ്ടോ നമ്മുടെ വിത്തുകൾ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അടിഭാഗത്തേക്ക് വിത്തുകളെ എത്തിക്കുക എന്നുള്ളതാണ്. അടിഭാഗം കവർ ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കി ഏരിയക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കാവൂ. അപ്പോൾ ഇപ്പോൾ കണ്ടോ, പതിയെ കൈ വെക്കുന്നതിനനുസരിച്ചിട്ട് ആ ഗ്യാപ്പിലൂടെ ഓരോ ചോളത്തിൻ്റെ നമ്മുടെ മൈസീലിയം പടർന്നിട്ടുള്ള ചോളം വിത്തുകൾ അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നു അല്ലേ. ഏകദേശം ഒരു റൗണ്ട് ഇങ്ങനെ പതിയെ പ്രസ് ചെയ്തിട്ട് ഓവർ ബലം കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഉടയും. അതുകൊണ്ട് ജെന്റ്ലി പുഷ് ചെയ്താൽ മതി. അവിടെ വളരെ നേരത്തെ രീതിയിൽ തടവി കൊടുത്താൽ തന്നെ ഇത് താഴത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ നോക്കുക, ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയി. ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയപ്പോൾ ഈ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്തു. അപ്പൊ വീണ്ടും സെന്ററിലുള്ള വിത്തുകൾ വീണ്ടും സൈഡിലേക്ക് വന്നു. ഇനി നമുക്ക് ഇതിന്റെ സെന്റർ പോർഷൻസ് പതിയെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെൻറ്റർ പോർഷൻസ് നമ്മൾ പതിയെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഇതേപോലെ തന്നെ വിത്തുകൾ ഇറങ്ങുന്നു. ആ ഏരിയ അങ്ങനെ കവറായിട്ട് വരുന്നുണ്ട്. ഇനി എല്ലാ ഏരിയയിലേക്കും നമുക്ക് വിത്തുകളെ ഇതേപോലെ ഇറക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും മുകൾ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇല്ലാത്ത എവിടൊക്കെയാണോ സ്പ്രെഡ് ആവാത്തത് ആ ഏരിയയിലേക്കാണ് നമ്മൾ കൂടുതൽ വിത്തുകളുടെ എണ്ണത്തിന് എന്ത് ചെയ്യേണ്ടത്, ഉറപ്പ് വരുത്തേണ്ടത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏകദേശം ആദ്യ റൗണ്ട് ഇട്ട വിത്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് അത് ഫില്ല് ചെയ്യണം. നമുക്ക് എല്ലാ ഭാഗത്തേക്കും നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ കൂടുതൽ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് മൈസീലിയം സ്പ്രെഡ് ആവും എന്ന് മാത്രമല്ല കണ്ടാമിനേഷന്റെ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇപ്പൊ നമുക്ക് ഏകദേശം അറൗണ്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് വന്നതുകൊണ്ട് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുകൾ ഭാഗത്ത്, ബെഡിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നമ്മൾ വിത്ത് ഉറപ്പ് വരുത്തണം. കാരണം അവിടെയാണ് നമുക്ക് കൂടുതൽ എയർ സർക്കുലേഷൻ കിടക്കുന്ന ഒരു ഭാഗം. കാരണം ഇവിടെയാണല്ലോ വായവട്ടം വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് വിത്ത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതുവഴി അണുക്കൾ കയറാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഈ മുകൾ ഭാഗം നിർബന്ധമായിട്ടും വിത്ത് ഫില്ല് ചെയ്തിട്ട് തന്നെ വെക്കുക. എന്ന് വെച്ചാൽ ഒരുപാട് ഇടണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. മിനിമം അവിടെ വിത്ത് നമ്മൾ എന്ത് വരുത്തണം, ഉറപ്പായിട്ട് അവിടെ ഫില്ല് ചെയ്ത് വയ്ക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ ബെഡിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ടൈറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, കെട്ടണം. റബ്ബർ ബാൻഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ പുതിയ 2 റബ്ബർ ബാൻഡുകളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 2 റബ്ബർ ബാൻഡുകൾ യൂസ് ചെയ്തിട്ട് മാക്സിമം അടുപ്പിച്ചിട്ട് ലൂസ് ഇല്ലാത്ത ലെവലിൽ അതിനെന്ത് ചെയ്യുക, ടൈറ്റ് ചെയ്യുക. അങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബെഡ് ലൈഫ് ടൈമിലേക്ക് കിട്ടുന്ന സമയത്ത്
വിളവെടുത്തിട്ട് ചുരുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതും കൂടി മുന്നിൽ കണ്ടിട്ടാണ് മാക്സിമം ടൈറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ബെഡ് ആദ്യത്തെ റൗണ്ടിൽ മാക്സിമം ടൈറ്റ് ചെയ്തു. ഞാൻ പരമാവധി ആദ്യ റൗണ്ടിൽ 2 റബ്ബർ ബാൻഡ് യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇപ്പോൾ നമുക്ക് ഇതിങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗിയില്ലല്ലോ. അപ്പോൾ ഞാനിതിനെ ഒന്നുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്, ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി ഇതിനെ റോൾ ചെയ്തിട്ട് വീണ്ടും ഒരു 2 റബ്ബർ ബാൻഡും കൂടി എടുത്തിട്ട് ഒന്നും കൂടി ടൈറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അതിനെന്തായി ഒരു ഉറി എന്ന് പറയുമ്പോൾ അതിന് കറക്റ്റ് ഭംഗി കിട്ടുന്ന ലെവലിലേക്ക്, അല്ലേ, ഒരു കറക്റ്റ് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ ഇതിന് എന്ത് ചെയ്യുന്നത്, റോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇതെന്ത് സംഭവിക്കുന്നു, നല്ല ഭംഗിയുള്ള വളരെ റൗണ്ടഡ് ആയിട്ടുള്ള ഒരു സിലിണ്ടർ രൂപത്തിലുള്ള കറക്റ്റ് നമ്മുടെ ഒരു ഉറിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റുന്ന ഷേപ്പോട് കൂടിയിട്ടുള്ള ഒരു ബെഡ് നമുക്ക് എന്ത് ചെയ്തു, ലഭിച്ചു. അപ്പൊ എന്തിന് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണം? അത് വളരെ സിമ്പിളായിട്ട് ഇറങ്ങി പോവാ ആയിരിക്കാം, പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു ക്രാഫ്റ്റ് ആണല്ലോ, നമ്മുടെ ഒരു സ്കില്ല് അവിടെ കാണിക്കണ്ടേ. അപ്പൊ ഏറ്റവും ഭംഗിയുള്ളത്, ഭംഗിയിൽ തൂങ്ങി കിടക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഭംഗിയിലുള്ള എന്താ പറയുന്നത്, കണ്ണിന് കുളിർമയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ലഭിക്കാം. അപ്പൊ ഇവിടെ ഷേപ്പ് ചെയ്യുന്നത് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. മാത്രമല്ല ഇപ്പൊ ഇവിടെ നോക്കൂ, ഈ ഓരോ ബെഡിന്റെ ഈ ഓരോ ഭാഗങ്ങളും പെട്ടെന്ന് മൈസീലിയം സ്പ്രെഡായി കിട്ടും എന്നുള്ളൊരു ഗുണം കൂടി നമുക്കിവിടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ബെഡ് ഒരു ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, കൂണ് വളർന്ന് പുറത്തേക്ക് വരണല്ലോ. അപ്പോൾ പൊതുവെ എല്ലാവരും ചെയ്യുന്നത് പിന്ന് പോലത്തെ സംഗതികൾ കൊണ്ട് തുരുതുര ആ ബെഡിൽ ഇങ്ങനെ ഓട്ടകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ അതൊട്ടും സേഫ് ആയിട്ടുള്ള രീതിയല്ല, അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ബെഡ് കണ്ടോ, ഈ ബെഡിനെ കാണുന്ന രൂപത്തിൽ ഇത്തരത്തിൽ ഒരു അറേഞ്ച്മെന്റ് ചെയ്യുന്ന മെക്കാനിസമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബെഡിൽ തുടർച്ചയായിട്ടുള്ള വരകൾ ഇട്ടിട്ട് മൈക്രോപോറസ് ടാപ്പ് കൊണ്ട് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ ഓട്ട ആക്കി കഴിഞ്ഞാൽ, ഒരു കീറൽ വീഴ്ത്തി കഴിഞ്ഞാൽ അതിലൂടെ എന്ത് വരും, കൂണിന്റെ മുളകൾ വരും. പക്ഷേ ഒരുപാട് ദിവസം നമുക്ക് അങ്ങനെ ഓപ്പൺ ആയിട്ട് വെക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ മൈക്രോപോറസ് ടാപ്പ് ഒട്ടിച്ചു കഴിഞ്ഞാൽ അതിലൂടെ അണുക്കൾ കടക്കില്ല എന്ന് മാത്രമല്ല, ആവശ്യമായിട്ടുള്ള ഓക്സിജന്റെ അളവ് ഇതിലേക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു ഭംഗിയിൽ തന്നെ എവിടെയെങ്കിലും വരട്ടാലും മതി, പക്ഷെ എന്തിനും ഒരു ഭംഗി ഉണ്ട് എന്നാണല്ലോ പറയാം നമ്മൾ. അപ്പോൾ ആ ഭംഗിയിൽ തന്നെ ഇതിനെ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് മൈക്രോപോറസ് ടാപ്പ് എന്ത് ചെയ്യുന്നത്, ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം, എങ്ങനെയാണ് ആ മൈക്രോപോറസ് ടാപ്പ് ഇതിലേക്ക് ഒട്ടിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ബെഡിൽ വരയിടാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഈ വരയിടാൻ ഉപയോഗിക്കുന്ന ഈ കത്തി ഒന്ന് അണുവിമുക്തമാക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളിതിപ്പോൾ ഓപ്പൺ സ്പേസിൽ ഇരുന്നതല്ലേ, കാരണം നേരിട്ടിട്ട് വിത്തുമ തൊടാൻ പോവുകയാണ്, നമ്മൾ ഇതുവരെ കൈകൊണ്ട് സ്പർശിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കത്തി ഒന്ന് അണുവിമുക്തമാക്കുന്നു. മൈക്രോപോറസ് ടാപ്പ് ഈ ഒരു സൈസിലുള്ള ടാപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കുറച്ചും കൂടി സൈസ് കൂടിയതും വരുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു സൈസാണ്. ഇത് പറയുന്നത് 1.25 ആണ് വരുന്നത്. 1.25 mm എന്നാണ് ഇത് വരുന്നത്. അപ്പൊ നമ്മൾ മൈക്രോപോറസ് ടാപ്പ് യൂസ് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ ഒരു കറക്റ്റ് ഒരു അലൈൻമെന്റ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു അലൈൻമെന്റ്, അത് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു അലൈൻമെന്റ് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ കീറലുകൾ ഉണ്ടാക്കിയിട്ട്, ഓരോ കീറൽ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ അതിന്റെ ടാപ്പും കൂടി ഒട്ടിച്ചിട്ട് എന്ത് ചെയ്യുക, പോവുക. അല്ലാതെ ആദ്യം കുറെ കീറലുകൾ എടുത്തിട്ട് പിന്നീട് ടാപ്പ് ഒട്ടിക്കാന്ന് എന്ത് ചെയ്യണ്ട, തീരുമാനിക്കേണ്ട. ഓരോ കീറലിടുമ്പോഴും അതിൽ നമ്മുടെ ടാപ്പ് ഒട്ടിച്ചുകൊണ്ടിരിക്കുക. പത്ത് മുതൽ 12 വരകൾ വരെ നമുക്ക് ഒരു ബെഡിലിടാം. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരമാവധി നേരത്തെ തന്നെ നമ്മുടെ ബെഡിൽ നിന്ന് മാക്സിമം വിളവ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് 10 മുതൽ 12 വരെ വരകൾ നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, ഇടാമെന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ മുടക്കിയ പൈസ പെട്ടെന്ന് തിരിച്ചു കിട്ടണമല്ലോ, അതാണല്ലോ നമ്മുടെ ആവശ്യം. അപ്പൊ ഈ മുടക്കിയ പൈസ പെട്ടെന്ന് തിരിച്ചു കിട്ടാനും നമുക്കത് എന്താണ്, നല്ലതാണ്. ഒരു ബെഡിനെ സംബന്ധിച്ച് അതിന്റെ ആദ്യം വരുന്ന 2 വിളവുകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് എന്താ തരുന്നത്, നമുക്ക് കൂടുതൽ തൂക്കവും കാര്യങ്ങളൊക്കെ തരുന്നത്. ഷേപ്പ് ആണെങ്കിലും അതിന്റെ ഭംഗിയാണെങ്കിലും ഒക്കെ തരുന്നത്. പിന്നീട് 2 കഴിഞ്ഞ് 3, 4 വിളവുകളിലേക്കൊക്കെ എത്തുമ്പോൾ അതിനനുസരിച്ചുള്ള ഷേപ്പ് വ്യത്യാസങ്ങൾ, ചിലപ്പോൾ വെയിറ്റ് കുറവുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. അപ്പോൾ ആദ്യത്തെ 2ഓ 3ഓ വിളവ് തന്നെ നമുക്ക് മാക്സിമം കിട്ടണം. അതിൽ തന്നെ 1ാമത്തെ വിളവ് വരുമ്പോൾ തന്നെ മുടക്കിയ പൈസ തിരിച്ച് കയ്യിലേക്ക് പോരണം. അതുകൊണ്ടാണ് 10 മുതൽ 12 വരെ വരകൾ നമുക്ക് ഇടാന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളത് എന്ത് ചെയ്ത് കഴിഞ്ഞു, അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ കണ്ടോ, വളരെ കറക്റ്റ് ആയിട്ട് നമുക്ക് അത് എന്തായിട്ടുണ്ട്, അറേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബെഡിന്റെ മുകളിൽ നമ്മളൊരു ഡേറ്റ് മെൻഷൻ ചെയ്യണം. ഇന്ന് നമ്മൾ ബെഡ് ഇടുന്ന ഡേറ്റ് ഏതാണോ ആ ഡേറ്റ് നമ്മൾ അതിൽ എഴുതി വെക്കണം. ഒരു പെർമനന്റ് മാർക്കർ ഉപയോഗിച്ചിട്ട് ആ ഡേറ്റും കൂടി അതിൽ എന്ത് ചെയ്യുക, എഴുതി വെക്കുക.
എന്നിട്ട് ഇതിനെ ഡാർക്ക് റൂമിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇപ്പൊ ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്നവർക്ക് ഡാർക്ക് റൂം ഒന്നും സെപ്പറേറ്റ് ഉണ്ടായിക്കോളന്നില്ല. അപ്പൊ സാധാരണ നമ്മൾ ഹാങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, വളർത്താൻ ഉപയോഗിക്കുന്ന അതേ ഹാളിൽ തന്നെ നമുക്ക് ഇതിന് ഉപയോഗപ്പെടുത്താം. അത് ഇതിന്റെ മൈസീലിയം വളരുന്ന ഒരു കാലഘട്ടമാണ്. ഒരു 15 മുതൽ 20 ദിവസം വരെയൊക്കെയാണ് മൈസീലിയം വളരാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കുന്ന സമയം. അത്രയും ദിവസം കഴിഞ്ഞാലാണ് ഇതിന്റെ മുള പൊട്ടി തുടങ്ങുക. അപ്പോഴാണ് നമുക്ക് കൂണ് രൂപത്തിൽ നമുക്ക് ഇതിനെ ലഭിച്ചു തുടങ്ങുക. അപ്പൊ അത്രയും ഒരു സമയം ഇതിനെ നമുക്ക് ഡാർക്ക് റൂമിൽ വെക്കാം. ഡാർക്ക് റൂമിൽ നമുക്ക് ഹ്യൂമിഡിറ്റിയോ അല്ലെങ്കിൽ ചൂടോ കാര്യങ്ങളൊന്നും പ്രശ്നമല്ല എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. വളർത്തിയെടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി തണുപ്പ് കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, അതിന് ആവശ്യമാണ് എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിലാക്കി കഴിഞ്ഞ് ഡേറ്റ് മെൻഷൻ ചെയ്തിട്ട് നമുക്ക് ഇതിനെ എവിടേക്ക് മാറ്റാം, ഡാർക്ക് റൂമിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നമ്മൾ ഡാർക്ക് റൂമിൽ ഒരു 10 ദിവസം വളർത്തിയിട്ടുള്ള ബെഡാണ്. നമ്മളിവിടെ മൈസീലിയം മാക്സിമം ഒന്ന് സ്പ്രെഡായി തോന്നിക്കഴിഞ്ഞാൽ, ആ ഒരു വെള്ള കളറിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇതിനെ നേരെ പ്രൊഡക്ഷൻ റൂമിലേക്ക് മാറ്റാറാണ് പതിവ്. അല്ലെങ്കിൽ 10-15 ദിവസം വരെ നിർത്താറില്ല. നമുക്ക് കുറച്ച് കപ്പാസിറ്റി കൂടുതലുള്ളത് കൊണ്ട്, ബെഡുകൾ നിരന്തരം വരുന്നത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിനെന്തിലേക്ക് മാറ്റും, പരമാവധി മൈസീലിയം സ്പ്രെഡ് ആക്കുക, വേഗം പ്രൊഡക്ഷൻ റൂമിലേക്ക് മാറ്റുക. അപ്പൊ ഇത് 24-ാം തീയതി നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ബെഡാണ്. ഇതിലിപ്പോൾ കണ്ടോ, ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലേക്കും വെള്ള കളർ എത്തിക്കഴിഞ്ഞു. അടിഭാഗത്തേക്ക് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വഴിയെ സ്പ്രെഡ് ആവുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ കണ്ടോ, ഇതിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് മാക്സിമം എല്ലാ ഏരിയയിലും എന്ത് വന്നു കഴിഞ്ഞു, വെള്ള കളർ വന്നു കഴിഞ്ഞു. അപ്പോൾ ബെഡ് നമുക്ക് റിക്കവർ ആയി കഴിഞ്ഞു. ഇതിൽ ഇനി കണ്ടാമിനേഷൻ ചാൻസ് വളരെ കുറവാണ്. നമുക്ക് ഇനിയാണ് രക്ഷപ്പെട്ടു വന്നു കഴിഞ്ഞു. നമുക്കിത് ഔട്ട്പുട്ട് തരാൻ എന്തായി കഴിഞ്ഞു, ഈ ബെഡിന് കപ്പാസിറ്റി ആയി കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിനെ നേരെ നമ്മൾ എങ്ങോട്ട് മാറ്റുകയാണ്, പ്രൊഡക്ഷൻ റൂമിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ആ പ്രൊഡക്ഷൻ റൂമിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇത് നമ്മുടെ പ്രൊഡക്ഷൻ റൂമാണ്. ഈ പ്രൊഡക്ഷൻ റൂമിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് പല ടൈമുകളിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ബെഡുകളുണ്ട്. അതാണ് പല കളറുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എനിവേ, ഞങ്ങളിപ്പോൾ ആദ്യം ഞങ്ങൾ വെച്ചിരുന്നത് ഇങ്ങനെ തന്നെ ഇതിൻ്റെ ഉറിയിലേക്ക് വെക്കുന്ന രീതിയായിരുന്നു ഞങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അത് വെള്ളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ, നനവ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്തൊക്കെ ബെഡിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പോയിട്ട് അഴുകിപ്പോവാനുള്ള ചാൻസസ് കൂടുതലായിരുന്നു. കാരണം വെള്ളം അതിൽ തന്നെ കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ വന്നു. അപ്പം അതിനുശേഷം ഞങ്ങളിപ്പോൾ ബെഡുകൾ വെക്കുന്നത് നേരെ തല കീഴായിട്ടാണ് ഉറിയിൽ വെക്കുന്നത്. അപ്പോൾ ഉറിയിൽ നമുക്ക് കറക്റ്റായിട്ട് വെക്കാം. അപ്പം ഇവിടെ ഈ ഉറി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇത് ഹാങ് ചെയ്യാണ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഈ ഉറി നമ്മൾ വെച്ചിട്ട് ഉറിയിൽ വെക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ കയറുകൾ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി മാർക്ക് ഇട്ടിട്ടുണ്ട്. ഈ ഇട്ടിരിക്കുന്ന മാർക്കിനെ ലോക്ക് ചെയ്യുന്ന രീതിയിൽ കയറുകൾ വരാതെ നോക്കുക. കാരണം ഇതിലൂടെയാണ് നമ്മുടെ മുള വരിക. അപ്പോൾ ഈ കയർ ഇതിലേക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ മുള അവിടെ നിന്നിട്ട് ചുങ്ങി ഉണങ്ങിപ്പോയി നശിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മുടെ ഒരു വിളവാണ് നശിപ്പിച്ചു കൊള്ളുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കയറുകൾ ലോക്ക് ആവാത്ത രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, മാക്സിമം ഈൽഡ് എടുക്കാൻ പറ്റുക. ഇതിപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പ്രൊഡക്ഷൻ റൂമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ബെഡുകളാണ് ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. അതെല്ലാം വിളവ് വന്നു തുടങ്ങി. ഇപ്പോൾ കണ്ടോ, നമ്മൾ വെച്ചിരിക്കുന്ന ഇതിൽ നിന്നെല്ലാം വിളവുകൾ വന്നു തുടങ്ങി. ഇതിൻ്റെയൊക്കെ ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ വിളവെടുത്തു കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ ഷേപ്പ് ചെയ്തിട്ടുള്ള, നമ്മൾ എന്താ പറയുന്ന വരയിട്ട ഭാഗത്തു കൂടെ തന്നെ എല്ലായിടത്തു നിന്നും നമുക്ക് മാക്സിമം എന്ത് തന്നു കഴിഞ്ഞു, വിളവ് തന്നു കഴിഞ്ഞു. അപ്പോൾ അതായത് നമ്മൾ മുടക്കിയ ഒരൊറ്റ വിളവ് എന്ന് തന്നെ, ഇപ്പോൾ ആ ബെഡൊക്കെ നമ്മളെ സംബന്ധിച്ച് ഒരു ഒറ്റ വിളവ് തന്നെ നമ്മൾ മുടക്കിയ മുതൽ മുഴുവൻ ഇങ്ങോട്ട് തരുന്ന രീതിയിൽ തന്നെയാണ് ആ ബെഡുകളൊക്കെ എന്ത് ചെയ്യുന്നത്, നിലനിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കുറച്ചും കൂടി പഴയ ബെഡുകളാണ്. അപ്പോൾ ഈ പഴയ ബെഡുകളുടെ പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇപ്പോൾ കണ്ടോ, ഈ മൈക്രോപോറ സ്റ്റാപ്പിന്റെ ഗ്യാപ്പിലൂടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ വിളവുകളും വന്നു കഴിഞ്ഞു. സ്റ്റിൽ ഇതിന്റെ സെക്കൻഡ് വിളവ് വന്നു തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ സെക്കൻഡ് വിളവ് നമ്മൾ എടുക്കാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ വീണ്ടും എന്ത് ചെയ്യും, കത്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഓരോ ബെഡിലും ഒരു 4 വീതം വരകൾ ഇട്ട് കൊടുക്കാറാണ് പതിവ്. അത് നമുക്ക് ഈ ബെഡിൽ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ബെഡ് കുറച്ചും കൂടി പഴയ ബെഡുകളാണ്. അപ്പോൾ കണ്ടോ, ഇവിടെയൊക്കെ നമ്മൾ വീണ്ടും വര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വരയിലൂടെയൊക്കെ കണ്ടോ, ഈ വരയിലൂടെ വീണ്ടും നമുക്ക് എന്ത് വരുന്നുണ്ട്, വിളവ് വരുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ 2 ഘട്ടം വിളവ് നമുക്ക് ഈ മൈക്രോപോറ സ്റ്റാപ്പിലൂടെ തന്നെയും അതിനുശേഷമുള്ള 2-3 വിളവുകൾ ഈ ബെഡിനെ തന്നെ നമുക്ക് വീണ്ടും കീറൽ വരുത്തിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. അത് പെല്ലറ്റ് കൃഷിയിൽ മാത്രം കിട്ടുന്ന ഒരു ഗുണമാണ്. ആ പെല്ലറ്റ് കൃഷിയിൽ നിന്ന് മാത്രമാണ് നമുക്ക് ഇത്രയും ദിവസം നമുക്ക് വിളവെടുക്കാൻ പറ്റുക. ഞങ്ങളിവിടെ ഏകദേശം ഒരു 100 മുതൽ 110 ദിവസം വരെ ബെഡുകളെ വിളവെടുത്തതിന് ശേഷം മാത്രമാണ് ബെഡുകളെ ഞങ്ങൾ പുറത്തേക്ക് ഒഴിവാക്കാറുള്ളൂ. ഇപ്പൊ ബെഡുകൾ കുറച്ച് കുറവാണ്. കാരണം ഏറിയ ബെഡുകൾ അതിന്റെ ടൈം പീരീഡ് കംപ്ലീറ്റ് ആയതിന്റെ ഭാഗമായിട്ട് സിക്ക് റൂമിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഏറ്റവും നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ
ഷേപ്പോട് കൂടിയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ ബെഡുകൾ ഉണ്ടാക്കാം ആൻഡ് ആ ബെഡുകളെ എങ്ങനെ പ്രൊഡക്ഷൻ റൂമിലേക്ക് ഹാങ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെച്ചത്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.